ഞാൻ ദൈവത്തിന്റെ ശക്തി ഈ പ്ലാറ്റ്ഫോമിൽ അനുഭവിക്കുന്നു. ഒരു പുതിയ ഹൃദയം ദൈവം നിനക്ക് തരുന്നു. കല്ലായുള്ളത് മാറ്റി നിർമ്മലമായൊരു ഹൃദയം പരിശുദ്ധാത്മാവ് തരുന്നു. ഒരു കാഴ്ചക്കാരിയെ പോലെ, കാഴ്ചക്കാരനെ പോലെ അനങ്ങാതിരിക്കരുത്. സൂമിൽ ഇപ്പോൾ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ കൈകളെ ഉയർത്തിപ്പിടിക്കുക. Thank you, Lord. Fill them now in the name of Jesus Christ, Lord. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി അവരെ തൊടട്ടെ. പ്രാർത്ഥിച്ച് മിണ്ടാതിരിക്കല്ലേ സഹോദരിമാരെ, സഹോദരന്മാരെ, മിണ്ടാതിരിക്കരുത്. Come on, lift up your voice. Lift up your voice, please. Can you please? യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങളെ, സ്തുതിക്കാൻ തുടങ്ങി. ബൈബിൾ ഇങ്ങനെയാ പറയുന്നത്, വിഷണ്ട മനസ്സിന് പകരം ഞാൻ നിങ്ങൾക്ക് സ്തുതി എന്ന മേലാടെ അണിയിക്കും. നിങ്ങളുടെ ആ ഡിപ്രസ്ഡ് ഹാർട്ട്, ആ ഡിപ്രസ്ഡ് സിറ്റുവേഷൻസ്, ആ ആങ്ഷ്യസ് സിറ്റുവേഷൻ ചേഞ്ച് ആകണമെങ്കിൽ പ്രൈസ് ഹിം, പ്രൈസ് ഹിം, പ്രൈസ് ഹിം, പ്രൈസ് ഹിം. ഹല്ലേലൂയ. ഇതാണ് പ്രശ്നം. ഭൂതം പുറത്താകുന്നതോ രോഗി സൗഖ്യമാകുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, 9 ഗിഫ്റ്റ് ഓഫ് ഹോളി സ്പിരിറ്റ്, 9 ദൈവിക കൃപാദാനങ്ങളിൽ ഹീലിംഗ് ഉണ്ട്, പ്രൊഫസി ഉണ്ട്, മിറക്കിൾസ് ഉണ്ട്, സൈൻസ് ആൻഡ് വണ്ടേഴ്സ് ഉണ്ട്. പരിശുദ്ധാത്മാവ് ഇന്നും ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ശുശ്രൂഷ ചെയ്യുന്നവന്റെ ആറ്റിറ്റ്യൂഡ്, ശുശ്രൂഷിക്കുന്നവന്റെ മനോഭാവം ദൈവം ശ്രദ്ധിക്കുന്നു. ഇത് മാത്രം നമ്മൾ എടുത്തിട്ട് നമ്മൾ സൗഖ്യമാക്കുന്ന ദൈവത്തെ ശ്രദ്ധിക്കാതെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളിനെ ശ്രദ്ധിക്കുന്നു. നമ്മൾ ദൈവത്തിന്റെ ശബ്ദത്തെ ശ്രദ്ധിക്കാതെ ദൈവത്തിന്റെ ശബ്ദം പറയുന്ന ആളിനെ നോട്ട് ചെയ്യുന്നു. നല്ലതാ, അങ്ങനെ ചെയ്തോ. പക്ഷേ കണ്ണടച്ചു പിടിച്ച് മൊത്തം ഇരുട്ടാന്ന് പറയുന്നത് ശരിയല്ല. That is not good for you. ഇന്നും സൗഖ്യങ്ങളുണ്ട്, ഇന്നും വിടുതലുകളുണ്ട്, ഇന്നും അത്ഭുതങ്ങളുണ്ട്, ഇന്നും ദൈവം വ്യക്തമായി സംസാരിക്കാറുണ്ട്, ഇന്നും ദൈവം പ്രവർത്തിക്കാറുണ്ട്. പക്ഷേ അത് വിമർശിക്കുന്നവർക്ക് വേണ്ടിയല്ല, വിശ്വസിക്കുന്നവർക്ക് മാത്രമാണെന്നുള്ളതേ ഉള്ളൂ. ഈ പുസ്തകത്തിനകത്ത് വിമർശകർക്ക് വേണ്ടി, പരിഹാസികൾക്ക് വേണ്ടി, പുച്ഛിക്കുന്നവർക്ക് വേണ്ടി ഒരു വിടുതലുകളും ദൈവം വെച്ചിട്ടില്ല. വിശ്വസിക്കുന്നവരുടെ മേളിലാണ് തന്റെ ആത്മാവിനെ ദൈവം പകരുന്നത്. വിശ്വസിക്കുന്നവരാലാണ് ഈ അടയാളങ്ങൾ നടക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞാണെങ്കിലും അവനൊരു ദൈവവചനം നമ്മളോട് പറഞ്ഞാൽ, ആ കുഞ്ഞു വാ തുറന്നൊരു ആലോചന അറിയിച്ചാൽ അത് വിശ്വസിച്ച നിങ്ങളിൽ വ്യാപരിക്കുവാനിടയായിത്തീരും. താങ്ക് യു ഹോളി ഗോസ്റ്റ്. എന്തുകൊണ്ട് അവരെ ദൈവം അറിഞ്ഞില്ല? ഇതിനകത്തൊരു കാരണമുണ്ട് ദൈവദാസനെ. ഈ 1 കൊരിന്ത്യർ 8:3 പൗലോസ് പറയുന്നത്, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലോ ദൈവം അവനെ അറിഞ്ഞിരിക്കുന്നു. ഇത് തുടക്കത്തിലെ പൗലോസ് ആരെയോ ടാർഗറ്റ് ചെയ്ത് തന്നെ സംസാരിക്കുന്നത്. ഇന്ന് ഞാനും അവരെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് നോക്കി. പൗലോസ് പറഞ്ഞു 1 മുതലുള്ള വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ, നമുക്കെല്ലാവർക്കും അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മിക വർധന വരുത്തുന്നു. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മിക വർധന വരുത്തുന്നു. ഈ ഒരുപാട് പഠനങ്ങൾ പഠിച്ച്, ഒരുപാട് പഠനങ്ങളും ഒത്തിരി കാര്യങ്ങളും പഠിച്ച് അവിടുത്തെ അതും കേട്ട്, ഈ പ്രസംഗവും കേട്ട്, ആ പ്രസംഗവും കേട്ട്, മറ്റേ പ്രസംഗവും കേട്ട്, മറിച്ചേ പ്രസംഗവും കേട്ട്, അങ്ങ് അറിവ് അങ്ങ് ഏതാണ്ടൊക്കെ അങ്ങ് ചീർപ്പിച്ചു. അത് ഈ അറിവ് ചീർപ്പിച്ചത് ഈ പുള്ളിയുടെ ശരീരത്തിലല്ല വെളിപ്പെട്ട് നിൽക്കുന്ന മുഖത്താ. മുഖം അങ്ങനെ ഇരിക്കുക. നമ്മൾ ഫുഡ് കഴിച്ചാൽ അത് ബോഡിയിലാണ് പിടിക്കുന്നത്. ഈ അറിവ് ഒത്തിരി, ഞാൻ ഏതാണ്ട് വലിയ സംഭവമാണെന്നുള്ളവന്റെ ആ സാധന അറിവ് ചീർപ്പിക്കുന്നു എന്നുള്ള സാധനം പുള്ളിയുടെ ഫേസിൽ കാണാം. ചിരിക്കുകയില്ല, മിണ്ടുകയില്ല, സഹകരിക്കുകയില്ല, കൈതരുകയില്ല. നമ്മൾ പ്രസംഗിച്ചാലും ഞാൻ ഇതൊക്കെ എത്ര കേട്ടിരിക്കുന്നു, ഞാൻ എത്ര കണ്ടിരിക്കുന്നു. ഇതാണ് ആ വ്യക്തിയുടെ അകത്തിരിക്കുന്നത്. ആ വ്യക്തിയോട് 2ാമത്തെ വാക്യത്തിൽ എന്താ പൗലോസ് പറഞ്ഞേ? താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നെങ്കിൽ, എന്റെ പൊന്നു ബ്രദറെ, നീ അറിയേണ്ടതുപോലെ ഒന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലാക്കണം. താൻ വല്ലതും അറിയുന്നെന്ന് ഒരുത്തന് തോന്നുന്നെങ്കിൽ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ലൈവ് ചാറ്റിലോ
ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ആരെങ്കിലും ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്ത ഈ വാക്യമൊന്ന് ചിലരെയൊക്കെ കണ്ണ് തുറക്കട്ടെ. ഞാൻ ഏതാണ്ട് വലിയ സംഭവമാണെന്ന് പറഞ്ഞിരിക്കുന്ന ചിലരെ കണ്ണ് തുറക്കട്ടെ. താൻ വല്ലതും അറിയുന്നെന്ന് ഒരുത്തന് തോന്നുന്നെങ്കിൽ, നിനക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ, നീ ഒന്നും അറിഞ്ഞിട്ടില്ല ഇതുവരെ. അനുഭവിച്ചിട്ടില്ല. ഇന്നും ഞാൻ ദൈവ സാന്നിധ്യത്തെ കൊതിക്കുന്നു. ഇന്നും ഞാൻ അവന്റെ അഭിഷേകത്തിന്റെ വർധനവിനായി കൊതിക്കുന്നു. കാരണം എല്ലാ ദിവസവും എന്റെ പ്രാർത്ഥനയുടെ കർത്താവേ, ഈ ശുശ്രൂഷ പോരാ, ഈ അനോയിന്റിംഗ് പോരാ. എന്റെ ഭൗതിക കാര്യങ്ങളിൽ ഞാൻ തൃപ്തനാണ്. എന്റെ മെറ്റീരിയൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ സ്വസ്ഥനാണ്, തൃപ്തനാണ്. പക്ഷേ എന്റെ ആത്മീക കാര്യങ്ങളിൽ, ദൈവത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോഴും എന്റെ പ്രാർത്ഥന, അപ്പാ പുതിയതൊന്ന് പകരണമേ, എന്നെ വീണ്ടും പഠിപ്പിക്കണമേ, കൂടുതൽ കൂടുതൽ എന്റെ മേൽ പകരണമേ. ഇന്നും ദൈവ സാന്നിധ്യത്തിന്റെ ഒരു തുള്ളി വീഴുന്നു എന്ന് കണ്ടാൽ അവിടെ ഞാൻ മുട്ടുകുത്തും. എന്നേക്കാൾ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവവൃത്തിനെ ഞാൻ കണ്ടുമുട്ടിയാൽ ഞാൻ മുട്ടുകുത്തി ആ കൈയെടുത്ത് എന്റെ തലയിൽ വെപ്പിക്കും. കാരണം എന്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ ഒന്നും ആയിട്ടില്ല എന്ന്. ഇതൊരു കടലാ മക്കളെ, സാഗരത്തിലും അപ്പുറമാ. സാഗരങ്ങളെ സൃഷ്ടിച്ചവന്റേതാണിത്. ഈ ആഴക്കടലിൽ ഇറങ്ങി ഒരു കപ്പേ വെള്ളവും കോരി വീട്ടിൽ വന്നിരുന്നിട്ട് ചീർത്തിരിക്കുന്ന എന്തിനാന്നാ എന്റെ ചോദ്യം. ഈ ആഴക്കടലയിൽ ഇറങ്ങിയേച്ച് ഒരു കപ്പിനകത്ത് വെള്ളവും കോരി വീട്ടിൽ വന്നിരുന്ന് പുള്ളി മുഖവും വീർപ്പിച്ചിരിക്കുക ഏതാണ്ട് സംഭവമായെന്ന്. നീ ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടില്ല ഇതിന്ന്, നീ കോരിയാലും തീരില്ല ഇതിൽ നിന്ന്. പക്ഷെ നിന്റെ കൊതിയും നിന്റെ ദാഹവും നിന്റെ ആഗ്രഹവും എല്ലാം നഷ്ടപ്പെട്ടു പോയെന്നറിയാമോ? അറിവ് നിന്നെ ചീർപ്പിച്ചതാണ്. വിട്ടുകളാ, ഉടച്ചുകളാ, ഈഗോ, പ്രൈഡ് ഇന്ന് പകൽ ഉടയട്ടെ. ഒരു അത്ഭുതം നിന്നിൽ നടക്കാൻ, നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റാൻ അഹങ്കാരത്തിന്റെ ആത്മാവ് ഉടയട്ടെ. താഴ്മയുള്ളവർക്കോ അവൻ കൃപ കൊടുക്കുന്നു. താൻ വല്ലതും അറിയുന്നെന്ന് ഒരുത്തന് തോന്നുന്നെങ്കിൽ നീ അറിയേണ്ടതൊന്നും അറിഞ്ഞിട്ടില്ല എന്നോർക്കണം. എന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട്. ഞാനൊരു ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ അവിടെ വെളിപ്പെട്ട സാന്നിധ്യം ആയിരുന്നില്ല. പാസ്റ്റർ ബെനിഹിന്റെ മീറ്റിംഗിൽ അദ്ദേഹം എന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അനുഭവിച്ചത് പലതവണ, ഒരു തവണയല്ല പലതവണ, ഓരോ തവണയും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പാസ്റ്റർ ബെനിഹിൻ തലയിലോട്ട് കൈ എടുത്ത് വെച്ചപ്പോൾ ഉണ്ടായ അനുഭവം അല്ലായിരുന്നു റെയ്നാഡ് ബോങ്കെ തന്റെ കൈ എടുത്ത് തലയിൽ വെച്ച് എന്നെ ഇമ്പാർട്ട് ചെയ്യുമ്പോൾ. ഓരോ എക്സ്പീരിയൻസിലൂടെ ഞാൻ കടന്നു പോകുമ്പം ഞാൻ മനസ്സിലാക്കുകയാണ്, ഈ ശക്തിക്ക്, ഈ പവറിന്റെ അളവുകൾ വ്യത്യസ്തമാണ്. നമ്മളൊന്നും അറിയേണ്ടവണ്ണം അറിഞ്ഞിട്ടില്ല പ്രിയരെ, അനുഭവിക്കേണ്ടവണ്ണം പലതും അനുഭവിച്ചിട്ടില്ല, ദൈവശക്തിയുടെ ആഴങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഏതോ ഒരുത്തന്റെ തലവേദന സൗഖ്യമായെന്നും പറഞ്ഞ് അഹങ്കരിക്കുന്നതല്ല ശുശ്രൂഷ. ആഴക്കടലിന്റെ അകത്ത് നീ ഇറങ്ങി നിൽക്കുക. കോരിയെടുത്തത് ഒരു കപ്പ് വെള്ള, ഇനിയും ഉണ്ട് സ്വർഗത്തിന് നിന്നിൽ പകരാൻ വലിയ നിക്ഷേപങ്ങൾ. പക്ഷെ എന്തെങ്കിലും അറിയാമെന്നുള്ള ഭാവം ഉപേക്ഷിച്ച് നീ അറിയേണ്ടതുപോലൊന്നും അറിഞ്ഞിട്ടില്ല, നീ അനുഭവിക്കേണ്ടതുപോലൊന്നും അനുഭവിച്ചിട്ടില്ല. ഇതിലും വലിയത് ദൈവത്തിന് എന്റെ മേൽ പകരാനുണ്ട് എന്നൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ നിന്റെ മേൽ പകരാൻ സ്വർഗം നിൽക്കുന്നത് എനിക്ക് ആത്മാവിൽ അറിയാം.